ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 5. ഭക്ത്യുൽകർഷവർണ്ണനം. വന്ദാസുരൻ, അകാസുരൻ, ധേനുകാസുരൻ, പൂതന, ഭഗൻ, കേശി, കാലയവനൻ, അരിഷ്ടൻ എന്നിങ്ങനെ ശ്രീകൃഷ്ണനാൽ കുട്ടിക്കാലത്ത് വധിക്കപ്പെട്ടവരെല്ലാം വൈരഭക്തിയാൽ ഭഗവാനെ പ്രാപിച്ചു. അപ്രകാരം തന്നെയായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും രാവണനും കുംഭകർണനും. പ്രഹ്ലാദൻ, ബാണൻ, ബലി, ശംഖുചൂഡൻ, വിഭീഷണൻ തുടങ്ങിയവർ സത്സംഗത്തിലായിരുന്ന ഭഗവത്പാദങ്ങളെ പ്രാപിച്ചു. ശ്രീ നാരദ മഹർഷി, ബൃഹസ്പതി, വസിഷ്ഠൻ, പരാശര മഹർഷി തുടങ്ങിയവർ നിഷ്കാമഭക്തരായി ഭഗവാനെ സേവിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഭരതൻ, അർജുനൻ, മൈഥിലൻ എന്നിങ്ങനെയുള്ളവരെല്ലാം ശ്രീകൃഷ്ണ ചരിതമാകുന്ന അമൃതപാനം ചെയ്തുകൊണ്ട് നിഷ്കാരണ ഭക്തരായി സഞ്ചരിച്ചു. മണ്ഡോദരി, ശബരി, താര, അനസൂയ, കുന്തിദേവി, ദ്രൗപദി തുടങ്ങിയവർ പരമഹംസതുല്യരായിരുന്നു. സുഗ്രീവൻ, അംഗദൻ, ഹനുമാൻ, ജാംബവാൻ, ഗരുഡൻ, ജടായു എന്നിവരെല്ലാം ഹരിഭക്ത സംസർഗത്താൽ ഹരിപദം തേടിയവരാണ്. ധർമ്മം, തപസ്, യോഗം, സാംഖ്യം, യജ്ഞം ഇവയിലൊന്നും ഭഗവാനെ വശത്താക്കാൻ കഴിയുകയില്ല. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ കിട്ടൂ. യജ്ഞവ്രതാദികളിൽ കൂടി വല്ലവരും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്തിയുടെ സഹായത്തോടു കൂടെ മാത്രമാണ്. ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് യമപുരിയിൽ നിന്നും സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവത് പ്രാപ്തി സാധ്യമാകുന്നു. സാംഖ്യയോഗങ്ങളാകുന്ന 2 പാർശ്വദണ്ഡുകളും ഗുണങ്ങളും ഭാവഭേദങ്ങളുമായി അനേകം ആണികളാൽ ഉറപ്പിക്കപ്പെട്ടതും ശ്രവണകീർത്തനാദിയായ 9 പടവുകളോട് കൂടിയതുമായ ഭഗവത് പദത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു കോണിയാണ് ഭഗവത് ഭക്തി. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ.